സമയങ്ങളിൽ ഓരോ സാധനത്തിന്റെ വിലയുടെ അടിസ്ഥാനത്താണ് വില മാറുന്നത്. സർക്കാരിന്റെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോഴത്തെ സർക്കാരിനെ കുറിച്ച് പറയാൻ ഒന്നുമില്ല. അവര് ചോദിച്ചാൽ അവരവരെ കാര്യം നോക്കി പോകും. പാവങ്ങൾ പോയി. ഇത്ര തന്നെ ഇവിടുത്തെ സർക്കാർ. നമുക്കൊക്കെ ഇതേ ഉള്ളൂ, താല്പര്യം ഇതേ ഉള്ളൂ. LDF കേരളത്തിലെ ഇടതുപക്ഷവും കേന്ദ്രത്തിലെ BJP-യും വൻപിച്ച ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരും വീണ്ടും. അമ്പലങ്ങളെല്ലാം കൈയിട്ടുവാരിയെല്ലാം പെൻഷൻ വർദ്ധിപ്പിച്ചതും റോഡ് പണിയും പാലങ്ങളുടെ പണിയും ഒക്കെ നന്നായി നടക്കുന്നുണ്ട്. ഹിന്ദു എന്നുള്ള ഒരു വ്യക്തിത്വത്തിൽ ഞാൻ പറയുന്നത് ഇത്രയും ആക്കിയ ഒരു സർക്കാർ നമ്മളല്ലാത്ത കണ്ടിട്ടില്ല. പേരെന്താണ്? ഷാജി. ഈ വിലക്കയറ്റത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ സർക്കാരിന്റെ പിടിപ്പുകേടുകൊണ്ടാണോ ഈ വിലക്കയറ്റം ഇത്രയും രൂക്ഷമാകുന്നത്? അങ്ങനെ വലിയ വിലയായിട്ട് തോന്നുന്നില്ല. സർക്കാരിന്റെ പിടിപ്പേടെന്ന് പറയാൻ പറ്റൂല. അങ്ങനെ വിലയില്ല. ഇപ്പൊ തേങ്ങ തന്നെ ഇപ്പോൾ 80 രൂപ, ഇപ്പൊ ഇവിടെ 60 രൂപയുള്ളൂ വില. ഓരോ സാധനത്തിനും വില. പച്ചക്കറിയൊക്കെ നല്ല വില കുറവ്. പക്ഷെ വാങ്ങാൻ ആളില്ല ഇവിടെ മാർക്കറ്റിൽ. സാധാരണക്കാർക്ക് കച്ചവടം ഇല്ല. വലിയ പമ്പന്മാർക്കൊക്കെ കച്ചവടമുണ്ട്. അതാണ് ഇവിടുത്തെ അവസ്ഥ. ചാല മാർക്കറ്റ് നിങ്ങൾ നോക്കുമ്പോൾ കാണാം, ഒരാളില്ല മാർക്കറ്റിൽ സാധനം വാങ്ങാൻ. ഇതാണ് അവസ്ഥ. തക്കാളി ആയാലും ഏത് സാധനം എടുത്താലും വില കുറവാണ്. ചാല മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം സാധനങ്ങളെല്ലാം നല്ല വില കുറവാണ്. സവാള വില കുറവാണ്. 4 കിലോ സവാള 100 രൂപയുള്ളൂ. ഇഞ്ചി വില കുറവ്. ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും വില കുറവ്. പക്ഷെ വാങ്ങാൻ ആളില്ല. മാർക്കറ്റിനകത്ത് വാങ്ങാൻ ആളില്ല. അതാണ് ഏറ്റവും വലിയ. പൊതുവെ നമ്മള് എന്ത് സംഭവത്തിനും സർക്കാരിനെ കുറ്റം പറയുന്ന ഒരു ഏർപ്പാടുണ്ട്. ഏത് സർക്കാർ, ഇപ്പൊ കേന്ദ്രമായിരുന്നാലും കേരളത്തിലായിരുന്നാലും. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഈ സർക്കാരിനെ കുറ്റം പറയുന്ന ഒരു നിലപാട്. വിലക്കയറ്റം എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ളതാണ്. അത് ഓരോ സമയങ്ങളിൽ ഓരോ സാധനത്തിന്റെ വിലയുടെ അടിസ്ഥാനത്താണ് വില മാറുന്നത്. സർക്കാരിന്റെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സാധനം വാങ്ങിക്കാൻ ആരും ഇല്ല, ഒരു മനുഷ്യരില്ല. ചാലക്കടയെല്ലാം പോയി റോട്ട് വാരം കച്ചവടം വന്നേ പിന്നീട് ഇവിടെ എല്ലാം പോയി. ഇപ്പോഴത്തെ സർക്കാരിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഇവിടെ പറയും. ഇപ്പോഴത്തെ സർക്കാരിനെ കുറിച്ച് പറയാൻ ഒന്നുമില്ല. അവര് ചോദിച്ചാൽ അവരവരെ കാര്യം നോക്കി പോകും. പാവങ്ങൾ പോയി. ഇത്ര തന്നെ ഇവിടുത്തെ സർക്കാരിന്റെ. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും എന്താണ് വേറെ ഒന്നും നമുക്ക് ബുദ്ധിമുട്ടേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഒരു കച്ചവടം ഇല്ല, ഒരു മനുഷ്യർ ചാലേ പറഞ്ഞില്ല. ഒരു ദിവസം ഈ കച്ചവടം ഇല്ലാതായി പോയി. പേരെന്താണെന്ന് പറയൂ. ഇവിടെ നോക്കി പറയൂ. മുരുകൻ. ഈ സർക്കാരിനെ പറ്റി എന്താണ് അഭിപ്രായം? എന്താ പറയാ, അല്ല എന്താണ് നല്ലതാണെങ്കിലും ചെയ്താണെങ്കിലും പറയാം. ഓപ്പണായിട്ടൊക്കെ എങ്ങനെ നമുക്ക് പറയാൻ പറ്റൂ? നമ്മളല്ലേ വോട്ടിട്ട് ജയിപ്പിക്കണം. അപ്പൊ നമ്മൾ ഉറപ്പായിട്ടും പറയണം. കുഴപ്പമില്ലാത്ത ഭരണമാണ്. ഇനി ഭരണമെന്ന് ആഗ്രഹമുണ്ട്. ഈ LDF-ഉം UDF-ഉം മാറി മാറി ഭരിക്കുന്നു. ഈ ഒരു പുതിയ സംവിധാനം വരണമെന്ന് താല്പര്യമുണ്ട്. ഇവിടെ നോക്കി പറയാം. ഇല്ല, പുതിയ സംവിധാനം നമുക്കൊക്കെ ഇതേ ഉള്ളൂ, താല്പര്യം ഇതേ ഉള്ളൂ. LDF വരണമെന്ന്. പേരെന്താണ്? പേര് വിഷ്ണു. ഇപ്പോഴത്തെ സർക്കാരിനെ പറ്റി എന്താണ് അഭിപ്രായം? ഇപ്പോഴേ സർക്കാരിനെ പറ്റി വേറെ നമുക്ക് പ്രത്യേകിച്ച് അഭിപ്രായം പറയാനില്ല. ഇല്ല, ഇവിടെ നോക്കി പറയാം. LDF സർക്കാർ ഇനിയും തുടർന്ന് വരണമെന്ന് താല്പര്യമുണ്ട്. LDF സർക്കാർ ഇവിടെ കേരളത്തിലും BJP സർക്കാർ കേന്ദ്രത്തിലും വരണം. പൊതുവെ ഉള്ള കേരളത്തിന്റെയും കേന്ദ്രത്തിന്റെയും കാര്യങ്ങളൊക്കെ പറയും. അറിയുന്നുള്ളൂ. കേരളത്തിലെ കാര്യങ്ങളൊന്നും വേറെ കുഴപ്പമായിട്ടുള്ളതൊന്നും ഇവിടെ ഇല്ല. കേന്ദ്രത്തിലാണെങ്കിൽ ഇത് നല്ലൊരു ഭരണമാണ്. നല്ലൊരു പ്രധാനമന്ത്രിയാണ്. ലോകം കണ്ടതിൽ വെച്ച് ഒന്നാമത്തെ ഒരു പ്രധാനമന്ത്രിയാണ്. ഇതേപോലെ ഒരു പ്രധാനമന്ത്രി ഇന്ത്യയിലെ ജനങ്ങൾക്ക് കിട്ടുന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. പിന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയെ കുറിച്ച് നമുക്കൊന്നും വേറെ വ്യത്യാസമായിട്ട് അഭിപ്രായമൊന്നും പറയാനൊന്നുമില്ല. കേരളത്തിലെ ഇടതുപക്ഷവും കേന്ദ്രത്തിലെ BJP-യും വൻപിച്ച ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരും വീണ്ടും. LDF ഇനിയും ഇവിടെ കേരളത്തിൽ വരണമെന്നൊരു ആഗ്രഹമില്ല. അപ്പൊ അത് എന്തുകൊണ്ടാണ് എന്നിവിടെ LDF കേരളത്തിൽ വേണ്ട അവരെ ഭരണത്തിന്റെ മറ്റു കാര്യങ്ങളൊക്കെ നേട്ടം കൊണ്ട് വീണ്ടും അധികാരത്തിൽ വരും. അതിൽ BJP-ക്ക് കുറച്ച് സീറ്റൊക്കെ കിട്ടും. LDF അധികാരത്തിൽ വരും. കോൺഗ്രസ് അധികാരത്തിൽ വരാൻ അവർ തമ്മിൽ പണക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് LDF വരും. കേന്ദ്രത്തിലും BJP വരും. പേരെന്താണ്? ഇവിടെ നോക്കി പറയട്ടെ. പേരെന്താണ്? രാജേഷ്. ഈ സർക്കാരിനെ പറ്റി എന്താണ് അഭിപ്രായം? സർക്കാരിന്റെ ശരാശരി ഭരണം മോശമാണ്. ഇനി ഈ സർക്കാർ വന്നാൽ എന്ത് സംഭവിക്കുമെന്നാണ് അഭിപ്രായം? സാധാരണക്കാരുടെ ജീവിതം വീണ്ടും ദുരിതത്തിലാവും. അഴിമതിയെ കുറിച്ച് എന്താണ് പറയുന്നത്? അഴിമതി
കെടുകാര്യസ്ഥത എല്ലാം വർദ്ധിച്ചു വരും. ഇപ്പോഴത്തെ ഈ അമ്പലങ്ങളുടെ അവസ്ഥ, അമ്പലങ്ങളെല്ലാം കൈയിട്ട് വാരി എല്ലാം തുലച്ചല്ല. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇനി ഒരു പ്രാവശ്യം കൂടെ ഇവര് വരുമെന്ന് അഭിപ്രായമാണ്. വരാതിരിക്കാനാണ് നമുക്ക് താല്പര്യം. പൊതുവെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സർക്കാരിനെ പറ്റുന്നില്ല വരുന്നുള്ള ആക്ഷേപമാണ്. അത് ശരിയാണ്? ശരിയാണ്. എണ്ണ അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ ആൾക്കാർ, സാധാരണക്കാര് ജീവിക്കാനായിട്ട് പെടാപ്പാട് പെടുന്നു എന്നുള്ള ഒരു, ഇപ്പം നിങ്ങൾ ഈ കച്ചവടം ആയതുകൊണ്ട് നിങ്ങൾക്കറിയാം ഒരു സാധാരണ ഒരാൾ വന്ന് എത്ര രൂപ ഈ സാധനം വാങ്ങിക്കുമെന്നൊക്കെ നമുക്കറിയാൻ പറ്റും. അപ്പൊ സർക്കാരിന്റെ ആ വിലക്കയറ്റത്തിൽ സാധാരണക്കാര് പെട്ടുപോയി എന്നുള്ളൊരു പെട്ടുപോയി അല്ലേ? അത് നിങ്ങളുടെ കച്ചവടത്തെയും അല്ല, ചില്ലറ വിൽപ്പന എല്ലാം വളരെ പ്രശ്നമാണ്. സാധാരണക്കാരുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ സർക്കാർ ഇനി പുതിയൊരു സംവിധാനം വരണമെന്ന് താല്പര്യം. മൂന്നാമതൊരു ഭരണം, മൂന്നാമതൊരു പാർട്ടി ഒന്ന് നോക്കണം. മറ്റൊരു അഡ്ജസ്റ്റ്മെന്റ് ഭരണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഭരിച്ച് അഡ്ജസ്റ്റ്മെന്റ് ഭരണം മാറി മൂന്നാമതൊരു പാർട്ടിയുടെ കയ്യിൽ ഭരണം വരണം. എങ്കിലേ അറിയാവൂ. അത് പൊതുവെ ജനങ്ങൾക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെന്ന് തോന്നുന്നു. ഒരു 90% ആൾക്കാർക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. പുതിയ ഭരണം എന്താണ് പേരെന്താണ്? പേര് പറയും. സക്കീർ. ഈ LDF ഗവൺമെന്റ് ഇനിയും വന്നാൽ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റും? ഇനി വന്നാൽ ഇതുപോലത്തെ ഭരണം തുടരും. എന്താണ്, നല്ല കാര്യങ്ങളാണോ, സമൂഹത്തിന് നല്ലതാണോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്? സമൂഹത്തിന് നല്ല കാര്യങ്ങളുണ്ട്, കൂടുതൽ നല്ല കാര്യങ്ങളുണ്ട്, അതുപോലെ മോശമായ കാര്യങ്ങളുണ്ട്. അല്ല, ഗവൺമെന്റിൽ നിന്ന് ഒരുപാട് നല്ല സംഭവങ്ങൾ നടക്കുന്നു. ഗവൺമെന്റ് ഒരുപാട് ഇപ്പോ ഈ പെൻഷൻ വർദ്ധിപ്പിച്ചതും റോഡ് പണിയും പാലങ്ങളുടെ പണിയും ഒക്കെ നന്നായി നടക്കുന്നുണ്ട്. അതൊക്കെ ഗുഡാണ്. അപ്പൊ ഈ ഭരണം തുടർന്ന് വരണമെന്നാണ് അഭിപ്രായം. ഞാനങ്ങനെ കക്ഷി രാഷ്ട്രീയമൊന്നും ഇല്ലാത്ത ആളാണ്. നല്ല ഭരണം ഇപ്പോൾ വന്നാൽ നല്ലതെന്ന് പറഞ്ഞു. LDF UDF കേരളം ഭരിച്ചിട്ടുണ്ട്. പുതിയൊരു സംവിധാനം വന്നാൽ എങ്ങനെ ഇരിക്കും എന്നാണ് അഭിപ്രായം? പുതിയൊരു സംവിധാനം വന്നാൽ അത് നമുക്ക് കണ്ടേ അറിയാൻ പറ്റും. അത് വന്നാലേ അറിയാൻ പറ്റും. അതിപ്പോ ഒരു മുൻവിചാരണ പറ്റൂല. എന്താണ് ചേട്ടന്റെ പേര്? എന്റെ പേര് രാജൻ പി നായർ. ചേട്ടന്റെ ഈ ഇടതുപക്ഷ സർക്കാർ ഇതിനെക്കുറിച്ച് മൊത്തത്തിലുള്ള അഭിപ്രായം ഇവിടെ നോക്കി പറയാം. ഇടതുപക്ഷ സർക്കാർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് നമുക്ക് ഇഷ്ടമല്ല. നമ്മളുടെ കമ്മ്യൂണിസ്റ്റ് ഉണ്ടായിരുന്നു, ഇല്ലാന്ന് പറയണില്ല. EMS മറ്റേ ഗോപാലകൃഷ്ണനും കൃഷ്ണപിള്ളയും അങ്ങനെയുള്ളവർ ഉണ്ടായിരുന്ന കാലത്ത് കമ്മ്യൂണിസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് അല്ലാതെ മോലാളിത്തമാണ് ഇപ്പം നടക്കുന്നത്. ചൂഷണം. അതായത് പണ്ട് ബ്രിട്ടീഷുകാരെ നിന്ന് മാറ്റി ഇപ്പോഴത്തെ കൊള്ളക്കാരന്മാരെ കയ്യിൽ ഏൽപ്പിച്ചു എന്നാണ് പറയേണ്ടത്. ആ രീതിയാണ് ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ്. ഇപ്പൊ 2 വർഷമായി, ഇനി 2 ടേമായി, ഇനി ഒരു ടേമും കൂടെ LDF വന്നാൽ എങ്ങനെ ഇരിക്കും? LDF വന്നിരുന്ന ഈ നാടിന്റെ അവസ്ഥ ഇതിനെ കാട്ടി ഇത്തിരി കൂടെ രൂക്ഷമാവും. അത്രയേ ഉള്ളൂ. അപ്പൊ കച്ചവടക്കാരെ സംബന്ധിച്ച് ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അവർക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ സംഭവിക്കും? ഇതുവരെ നമുക്ക് ഉപദ്രവമില്ലാതെ നല്ല കാര്യമൊന്നും പറയാനായിട്ട് ഒന്നും നല്ലൊരു അഭിപ്രായം ഇല്ല. ഞാൻ ഇവിടെ ഉള്ളതല്ല, ഞാൻ പാളയം മാർക്കറ്റിൽ നിന്ന് കടയുള്ളവരാണ്. ആ കടയെ പൊളിപ്പിക്കാൻ വേണ്ടി LDFന്റെ ആൾക്കാരാണ് മെയിനിട്ട് ഇറങ്ങി അതിനെ പൊളിപ്പിച്ച് ഈ പരുവാക്കി അവിടെ ഇരിക്കുന്നത്. ഞങ്ങളിതാ ഇപ്പൊ കൂലിപ്പണിക്കാരായി. അപ്പൊ തൊഴിലാളി ക്ഷേമത്തിനല്ല അവര് പ്രവർത്തിക്കുന്നതാണ്. അതല്ലേ പറഞ്ഞത്, കമ്മ്യൂണിസ്റ്റം ഉണ്ടായിരുന്നു മുമ്പ്. ഇപ്പൊ കമ്മ്യൂണിസ്റ്റം അല്ല, മോലാളിത്തമാണ്. ഇവരെ മൊത്തത്തില് അഴിമതിയാണ് എന്നാണ് ചേട്ടൻ്റെ അഭിപ്രായം. അഴിമതി എന്ന് നമ്മൾ ആഗോളം ഇപ്പൊ അറിയപ്പെടുന്നത് ഇവിടെ പിണറായി സർക്കാരിന്റെ ഭരണം എന്ന് പറയുന്നത് അത്രത്തോളം അഴിമതി എന്നുള്ളതാണ് അറിയപ്പെടുന്നത്. ഏതെങ്കിലും നല്ലൊരു കാര്യം നമുക്ക് ഇവിടെ കാണിച്ചിട്ടുള്ളതുണ്ട്. ശബരിമലയിൽ സ്ത്രീകളെ കയറ്റുമെന്ന് പറഞ്ഞ് അങ്ങേര് കയറ്റിയില്ലേ? ശബരിമല കുട്ടിച്ചാറാക്കൂന്ന് പറഞ്ഞ് കുട്ടിച്ചോറാക്കിയില്ലേ? അതിനപ്പുറം നമുക്ക് എന്തിനു പറയാൻ പറ്റും? ഹിന്ദു എന്നുള്ള ഒരു വ്യക്തിത്വത്തിൽ ഞാൻ പറയണ്, ഇത്രയും ആക്കിയ ഒരു സർക്കാർ നമ്മളെ ലോകത്ത് കണ്ടിട്ടില്ല. ശബരിമലയെ ഇത്രത്തോളം തൊലച്ച് കൈ കൊടുത്ത ഒരു സർക്കാർ വേറെ ആരുമില്ല. സ്വർണം കൊള്ളയടിച്ച്
അവിടെ ഇരുന്ന് സ്ത്രീകളെ കയറ്റാൻ പാടില്ലാത്ത ഒരു വിശ്വാസ ആചാരങ്ങളാണ്. സ്ത്രീകളെന്ന് പറഞ്ഞിരുന്ന 18 പ്രായ പെണ്ണുങ്ങളെ കയറ്റില്ല എന്നുള്ളതാണ്. അവരെ കയറ്റിയ ഒരു സർക്കാരാണ് നമ്മളെ സർക്കാർ. അവർക്ക് അത് ഇല്ല എന്നുള്ള നിശ്ചയിച്ച് പറയാൻ പറ്റുമോ? എനിക്ക് പറയട്ടെ, ശബരിമലയിൽ അവരല്ല പെണ്ണുങ്ങളെ കയറ്റിയത്, ഈ 2 വനിതകളെയും കയറ്റിയത് അവരല്ല എന്ന് പറയട്ടെ. നമ്മൾ അവരെ കൂടെ നിൽക്കാൻ തയ്യാറാണ്. ഇവിടെ പറഞ്ഞുകൊണ്ട് എന്തിന് പെണ്ണുങ്ങൾക്ക് എന്തൊരു ഇതും വെച്ചും കൊണ്ട് ഇവിടെ ഭയങ്കര ഒരു പരിപാടി നടത്തിയിട്ട് അതിന്റെ പിൻവാതിലിൽ കൂടെ 2 പെണ്ണുങ്ങളെയും കയറ്റി. ആ സമയത്താണല്ലോ കയറ്റിയത് 2 പെണ്ണുങ്ങളെയും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ LDF സർക്കാർ ജനങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങളല്ല ചെയ്യുന്നത്. താല്പര്യമുള്ള കാര്യമല്ല, അവർക്കും പിണറായി വിജയന്റെ മോക്കും മരുമോനും താല്പര്യമുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്.